ക്ലിഫ് ഹൗസിന് മുന്നിൽ ആശാ വർക്കേഴ്സ് നടത്തിയ പ്രതിഷേധം വൻ സംഘർഷത്തിൽ കലാശിച്ചു. 5 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാതിരുന്ന പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. പ്രതിഷേധത്തിനിടെ നാടകീയ രംഗങ്ങൾക്കും തലസ്ഥാനം സാക്ഷ്യം വഹിച്ചു. മുഖ്യമന്ത്രി ഈഗോ ഉപേക്ഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 256 ദിവസം പിന്നിട്ടപ്പോഴാണ് ആശാപ്രവർത്തകർ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും മുഖ്യമന്ത്രിയെ കാണാതെ പിരിഞ്ഞു പോകില്ലെന്നായിരുന്നു ആശാപ്രവർത്തകരുടെ നിലപാട്. സമരത്തിന്റെ 5-ാം മണിക്കൂർ മൈക്കും ജനറേറ്ററും പോലീസ് പിടിച്ചെടുത്തത് സംഘർഷത്തിനിടയാക്കി. സമരത്തിന് നേതൃത്വം നൽകിയ 19 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് അകാരണമായി മർദ്ദിച്ചുവെന്ന ആരോപണവും പ്രവർത്തകർ ഉന്നയിക്കുന്നു. ഞങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആശമാരെ തെരുവിലിട്ട് തല്ലാമെന്ന് പോലീസ് കരുതണ്ട. ക്ലിഫ് ഹൗസിന് മുന്നിലെ സമാനതകളില്ലാത്ത സമരത്തിന് ശേഷം പ്രതിഷേധം അവസാനിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയെ ഉടൻ കാണാൻ അവസരം നൽകാമെന്നും അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വിട്ടയക്കാമെന്നുമുള്ള ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയെക്കുറിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. തത്വത്തിൽ മുഖ്യമന്ത്രി ഞങ്ങളെ കാണാം എന്നുള്ള ഒരു ഉറപ്പ് പോലീസ് അധികാരിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ആശാ വർക്കേഴ്സ് അസോസിയേഷൻ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു. പ്രതിഷേധിച്ച 19 ആശാപ്രവർത്തകർക്കെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.